നമസ്കാരം. ഇന്നലത്തെ ലോകകപ്പ് മത്സരങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ജർമ്മനി തോറ്റു, നെതർലാൻഡ്സ് ജയിച്ചു, ജപ്പാൻ സമനിലയിൽ കുടുങ്ങി. ഈ 3 മത്സരങ്ങൾ ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഹരി, ജർമ്മനി തോറ്റു അഥവാ ഇക്വഡോർ ജയിച്ചു എന്ന് നമ്മൾ പറയണം. കാരണം ഇക്വഡോർ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ വെറും 1 പോയിന്റ് മാത്രമാണ് ഇക്വഡോറിൻ്റെ പക്ഷത്തുണ്ടായിരുന്നത്. ഒരുപക്ഷെ അവർ ജർമ്മനിയെ പോലെ ഒരു ടീമിനെതിരെ ഇറങ്ങുമ്പോൾ ഒരു ജയത്തിലുള്ള സാധ്യത പോലും ആരും കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ജർമ്മനി നമുക്കറിയാം 2 മത്സരങ്ങളും ആധികാരികമായ ഒരു ജയത്തോടു കൂടി, അല്ലെങ്കിൽ ഐവറി കോസ്റ്റിനോട് ഒരു കംബാക്ക് വിജയം അല്ലെങ്കിൽ ഒരു അവസാന മിനിറ്റ് വിജയമാണെങ്കിൽ കൂടി 2 മത്സരവും വിജയിച്ച് 6 പോയിന്റോട് കൂടി വരികയാണ്. അവർ സ്ക്വാഡിൽ മാറ്റങ്ങൾ പോലും കാര്യമായി വരുത്തിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു മത്സരം തോറ്റാലും ജർമ്മനി 1ാം സ്ഥാനക്കാരെ തുടരും. എന്നിട്ടും ഒരു മാറ്റത്തിന് ആകെ ഒരു മാറ്റമാണ് സ്ലോട്ടർബക്കിന് പകരം റുഡിഗറിനെ കൊണ്ടുവരിക എന്നുള്ളൊരു മാറ്റത്തിലേക്കപ്പുറം കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങിയ ജർമ്മനിക്കെതിരെ ഇക്വഡോർ ജയിക്കുകയാണ്. എന്താണ് ഈ ഒരു മത്സരത്തിൽ ഇക്വഡോർ ജയിക്കാനുണ്ടായ ഒരു എക്സ് ഫാക്ടർ? ഇക്വഡോറിൻ്റെ പോരാട്ട വീര്യത്തിന് നമ്മൾ എടുത്തു പറയണം. കാരണം അവർക്ക് ഇതൊരു ഡു ഓർ ഡൈ മാച്ചായിരുന്നു. ജയിച്ചില്ലെങ്കിൽ ഔട്ട് എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അവരുടെ കോച്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറേ പഴികളുണ്ടായിരുന്നു. അതായത് ഇക്വഡോറിൻ്റെ ഒരു ഗോൾഡൻ ജനറേഷനാണ്, നല്ല നല്ല പ്ലെയേഴ്സ് ഉള്ളൊരു ജനറേഷനാണ്. ആ ജനറേഷനെ ഇദ്ദേഹം തുലയ്ക്കുമോ എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മത്സരമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ ഒരു പോരാട്ട വീര്യം തുടക്കം മുതലേ ഇക്വഡോറിന് ഒരു ഗോളിന് പിന്നിലായെങ്കിലും പിന്നീടുള്ള 20 മിനിറ്റോളം ഇക്വഡോർ നല്ല രീതിയിൽ മത്സരം ഡോമിനേറ്റ് ചെയ്തുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതായത് അവർ അത്യാവശ്യം പ്രസ് ചെയ്ത് കളിച്ചു, പന്തെടുക്കുന്നു. ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ഗംഭീര ഗോളായിരുന്നു. അപ്പോൾ അതാണ് ഇക്വഡോറിൻ്റെ പോരാട്ട വീര്യം നമ്മൾ എടുത്തു പറയണം. അവർക്ക് ഡു ഓർ ഡൈ മാച്ചായിരുന്നു. ജർമ്മനി കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ജർമ്മനി ഇങ്ങനെ കളിച്ചാൽ പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജർമ്മനി കൺസീഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. ജർമ്മനിയുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ അങ്ങനെയാണ്, കൺസീഡ് ചെയ്യും. അവർ ഗോൾ അടിക്കണം, ഗോൾ അടിച്ചില്ലെങ്കിൽ പണി പാളും എന്നുള്ളത് നമ്മൾ ഇന്നലെ മത്സരത്തിൽ മനസ്സിലായി. ഇപ്പോൾ ഇന്നലത്തെ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇതിന് മുന്നത്തെ മത്സരങ്ങളിൽ ഫസ്റ്റ് മത്സരങ്ങൾ നമുക്കറിയാം 6 വ്യത്യസ്ത സ്കോറർമാർക്ക് ജർമ്മനിക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം അത് എതിരാളി കുറസോവാണ്. ആദ്യമായി വേൾഡ് കപ്പ് കളിക്കുന്ന, സ്വാഭാവികമായും ജർമ്മനിയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും അടുത്ത് പോലും വെക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഡിസ്റ്റൻസീവ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിനെതിരെ കളിക്കുമ്പോൾ ഒരുപാട് സ്കോറർമാർ വന്നു. എന്നാൽ 2ാം മത്സരത്തിൽ താരതമ്യേന കുറച്ചുകൂടി ശക്തരായ ഒരു എതിരാളി വരുമ്പോൾ ജർമ്മനി ഒന്ന് പതറി. ആദ്യം 1 ഗോളിന് പിന്നിൽ പോകുന്നു, പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങി ഉണ്ടാവും 2 ഗോൾ അടിച്ചത്, അല്ലെങ്കിൽ അതും അവസാന മിനിറ്റിലൊക്കെ ഗോൾ അടിച്ചതാണ് ആ ഒരു മത്സരം വിജയിക്കുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം ആദ്യ മിനിറ്റിൽ തന്നെ ജർമ്മനി ലീഡ് എടുക്കുന്നു. 2ാം മിനിറ്റിൽ തന്നെ ഒരു ലീഡ് എടുത്തിട്ട് പിന്നീട് കൺസീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും 2 ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു. അതും മനോഹരമായ 2 ഗോളുകൾ. ആ ഗോളുകൾ എടുത്ത് പറയാൻ തന്നെ വേണം. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം പിന്നീട് ജർമ്മനിക്ക് ഈ പറഞ്ഞ സ്റ്റാർ പ്ലെയേഴ്സ് അല്ലെങ്കിൽ സ്കോറർമാർക്കൊന്നും ലക്ഷ്യം കാണാനാവുന്നില്ല. ഇത് തുടർന്നുള്ള മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ ജർമ്മനിക്ക് ഒരു പ്രശ്നം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇത് തുടർന്നുള്ള മത്സരങ്ങൾക്ക് പോകുമ്പം, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അവർ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് കളിച്ചത്. ഇനിയിപ്പോൾ ഈ റൗണ്ട് ഓഫ് 32 വരുമ്പോഴും എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ടീമുകൾ 3rd പ്ലേസ് ടീമായിരിക്കും ഇവർക്കെതിരെ വരിക. അപ്പോൾ ഇവർ ഇത്ര റിലാക്സ്ഡ് ആയിട്ട് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രശ്നമുണ്ടാവും. അപ്പോൾ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ഇക്വഡോറിന് അവർക്ക് ജയമെന്നല്ലാതെ വേറൊരു മറ്റൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല. കാരണം ജയിച്ചതിന് പക്ഷേ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനി സേഫ് സൈഡാണ്. ഈ ജർമ്മനിയുടെ ഈ ഒരു കളി നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും പറഞ്ഞു, മുമ്പുള്ള വേൾഡ് കപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും അവർ ഈസി എന്ന് പറഞ്ഞ്, ഇപ്പോൾ ജപ്പാൻ പോലത്തെ ടീമിനൊക്കെ ഈസി എന്ന് പറഞ്ഞ് തള്ളിയിട്ടാണ് അവസാന മൂമെൻറ്റിൽ അവർക്ക് ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ 2018 സ്വീഡനെതിരെയുള്ള മത്സരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മൂമെൻറ്റാണ് അപ്പോഴും ജർമ്മനി ജയം കണ്ടെത്തുന്നത്. അതിനു മുമ്പേ ഒരു സേഫ് സൈഡ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് കളിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവരുടെ മെയിൻ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ സെൻട്രലി ആണ് മിക്ക ചാൻസസും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് വൈഡായിട്ടുള്ള ഗ്യാപ്പ് അവിടെ ഓപ്പൺ ആവുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പിൽ തന്നെ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോ ബ്ലോക്ക് ഭയങ്കര സക്സസ്സാണ്. ഏത് ടീം എടുത്ത് നോക്കിക്കോ ഇവർ ഭയങ്കര സക്സസ്സാണ്. ഇനിയിപ്പം കേബോ വെർഡെ ആയിക്കോട്ടെ, കുറോസാവോ, ഇങ്ങനത്തെ ഒരുപാട് ടീമുകൾ നല്ല സക്സസ് റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇവർ ലോ ബ്ലോക്ക് കളിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ട്രാൻസിഷനിൽ അറ്റാക്ക് പോകാനും ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. വേറെ ജർമ്മനിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പൊസഷൻ ബേസ്ഡ് മാത്രമല്ല, ഇവർ ഒന്നും കൂടെ ഒരു ട്രാൻസിഷനിൽ ഒരു വെർട്ടിക്കൽ അറ്റാക്കാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നടക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രലി ഉള്ള ആ ഒരു മിഡ്ഫീൽഡേഴ്സ് നമ്മളുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷെ മറുവശത്ത് ലോ ബ്ലോക്ക് കളിക്കുന്ന രാജ്യങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ എത്രത്തോളം അത് ഇനിയും മുമ്പിലോട്ട് പോകുമ്പോൾ വർക്കൗട്ട് ആവും എന്നുള്ള കാര്യം സംശയകരമാണ്. അതാണ് ഞാൻ ഫസ്റ്റും പറഞ്ഞത്,
ടാക്ടിക്സും കാര്യങ്ങളും ജർമ്മനിക്കുണ്ട്, പക്ഷേ ആ ടാക്ടിക്സ് എത്രത്തോളം ഇനി വരുന്ന മത്സരങ്ങൾ ഉപകാരപ്പെടും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അടി പതറാൻ ചാൻസ് ഉണ്ട്. കാരണം ജർമ്മനി എന്നുള്ളൊരു സ്ക്വാഡിനെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ഒരു പെർഫോമൻസ് അവരുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാച്ചുകളിൽ അവർ ചെയ്യുമെന്നുള്ളത്. കാരണം വീണ്ടും ഒരു റെപ്പിറ്റേഷൻ നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ അതൊക്കെ മറികടന്ന് അവർ കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ എനിക്കൊരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിഫൻസിൻ്റെ സൈഡിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജൊനാത്തൻ നിക്കോ ഷ്ലോട്ടർബെക്ക് എന്ന് പറയുന്ന 2 പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന പോലെ ഇങ്ങനെ സെറ്റായി വരുന്നൊരു ടൈമായിരുന്നു. അതിലൊരിക്കലും ആൻ്റണി റോഡിഗർ എന്ന് പറയുന്ന പ്ലെയറിനെ കുറ്റം പറയല്ല നമ്മൾ ചെയ്യുന്നത്. ആൾ പുതുതായിട്ടാണ് ആ ഒരു 3rd മാച്ചിൽ ആൾ ഫസ്റ്റ് പ്ലേസ് കണ്ടെത്തി വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത്രയും നേരം വർക്കായിക്കൊണ്ടിരുന്ന ഒരു കോംബോ മാറ്റിയൊരു പ്ലെയർ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ ഗോൾ കീപ്പർ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡിഫൻഡേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി എങ്ങനെ ജർമ്മനി ടാക്കിൾ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത രീതിയിൽ എങ്ങനെ മറ്റ് ടീമുകൾക്ക് അഡാപ്റ്റ് ആയിട്ട് ഇനി ജർമ്മനി എങ്ങനെ കളിക്കും എന്നതിനനുസരിച്ചിരിക്കും ഇനി ഇവരുടെ ഒരു മുമ്പോട്ട് പോകുന്നു. ഇക്വഡോറിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, ഇനി കഴിഞ്ഞ അവരുടെ ആദ്യ 2 മത്സരങ്ങളിലൊക്കെ എന്തോ ക്ലിക്കാവാത്തൊരു ഇതായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരം ജർമ്മനി എന്ന 4 ടൈം ചാമ്പ്യൻസിനെതിരെയുള്ള വിജയം അവർക്ക് നല്ല കോൺഫിഡൻസ് നൽകും. അപ്പോൾ അടുത്ത റൗണ്ടിലും ഇക്വഡോറിനെതിരെ ഫേസ് ചെയ്യുമ്പോൾ പേടിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സെബാസ്റ്റ്യൻ പെക്കസെലെ എന്നുള്ള ആ കോച്ചിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം മാർസലോ ബിയൽസയുടെ ഭയങ്കര വലിയ ഫാനാണ്. അപ്പോൾ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കോച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. അതായത് 300 കിലോമീറ്ററോളം അദ്ദേഹം എന്നും ട്രാവൽ ചെയ്തിട്ട്, എന്നുമല്ല 300 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് ബ്യൂണസ് എയറസിലേക്ക് പോയി ബിഎൽസിയുടെ ട്രെയിനിങ് സെഷൻസ് അദ്ദേഹം ഒളിഞ്ഞിരുന്ന് കണ്ട് പഠിച്ച്, അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോച്ചാണ്. അപ്പോൾ ഇനിയൊരു എതിരാളി വരുമ്പോഴും ആ എതിരാളിക്കെതിരെ എങ്ങനെ കളിക്കണം എന്നുള്ള അദ്ദേഹം ഡെഡിക്കേഷനോടെ, ആ പഠിച്ച ഡെഡിക്കേഷനോടെ അദ്ദേഹം അത് നേരിടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇക്വഡോറിന് അടുത്ത റൗണ്ടിലും പേടിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ടീമിൽ, ഈ ഒരു പരിശീലകൻ നമുക്കറിയാം ഒരുപാട് വിമർശനം അത് 2 മത്സരങ്ങളുടെ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നല്ല ടാലൻ്റ് ആയിട്ട് പ്ലേയേഴ്സ് ഉണ്ട്. കാരണം ഹിൻകാപ്പിയെ പോലെ, പാച്ചോയെ പോലെ, കൈസഡയെ പോലെ ഒരുപാട് നല്ല സോളിഡ് പ്ലേയേഴ്സ് ഉള്ളൊരു സ്ക്വാഡിനെ ഒന്നും ചെയ്യാൻ പറ്റാതെ പുറത്താവുകയാണെങ്കിൽ ഒരുപാട് വിമർശനം കേൾക്കേണ്ടതായിരുന്നു. പക്ഷേ ആ പരിശീലകൻ ഒരു ജയം ഉറപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, ഗാലറിയിൽ ആരാധകരുടെ കൂടെ കയറി സ്റ്റാൻഡ്സിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആളുടെ ഒരു ടീമിനോടുള്ള പാഷനും ഇമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഈ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുമ്പോൾ ഇത്രയും ഡിഫൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അവിടെ കയ്യിലുണ്ടെന്നുള്ളത് അവർക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. 2 ഗോൾ ഇതുവരെ വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സോ ഡിഫൻസിലെ ഒരു സൗണ്ടാണ്. പിന്നെ നമ്മൾ ജർമ്മനിയുടെ കേസിലേക്ക് വരുമ്പോൾ ജർമ്മനിയിൽ ഒരു ചെറിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. റുഡിഗർ വരുന്നു, സ്ലോട്ടർബെക്ക് പോകുന്നു, പരിക്ക് കാരണം മാറ്റേണ്ടി വരുന്നത്. അത് നമ്മൾ സാഹചര്യം കൊണ്ട് പരിശീലകന് ഈ ലെവലിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടി വരുന്നു. പക്ഷേ അതിലപ്പുറത്തേക്ക് മാനുവൽ നോയർ എന്നുള്ളൊരു ഗോൾ കീപ്പറാണ് അവർക്ക് ഗോൾ വില കാക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പുകളിലൊക്കെയും അവസാനം കളിച്ച ഒരുപാട് ലോകകപ്പുകളിൽ ന്യൂഇയറിലപ്പുറത്തേക്ക് ഒരു ചിന്ത എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല. ജർമ്മനിക്ക് മാറി വന്ന പരിശീലകർക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ഫ്ലിക്കായാലും ശരി, ജോക്കിം ലോ ആയാലും ശരി, ആർക്കായാലും ന്യൂഇയറിലൊക്കെ അപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു 3 മത്സരങ്ങളിൽ 3ലും ഗോൾ വഴങ്ങുക, 3ലും കൺസീഡ് ചെയ്യുക, ഒരു ക്ലീൻ ഷീറ്റ് പോലും ഇല്ലാതെ യൂറോപ്പിലൊരു ടോപ്പ് ടയർ ടീം അല്ലെങ്കിൽ വേൾഡ് നമ്പർ 10 ഒരു ടീം അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആ ഡിഫൻസിൻ്റെ ഒരു വൾണറബിലിറ്റിയാണ് കാണിക്കുന്നത്. അതിലപ്പുറത്തേക്ക് നമുക്ക് ഒരു നല്ലൊരു ഷോർട്ട് സ്റ്റോപ്പർ ഇല്ലായ്മയും ഒരു എവിഡൻ്റ് ആയിട്ടുള്ള കാരണം. അപ്പം ന്യൂഇയറിനെ മാറ്റി ക്വാളിഫിക്കേഷൻ റൗണ്ടിലൊക്കെ കളിച്ച അല്ലെങ്കിൽ കോച്ചിന് വിശ്വാസമുള്ള ബാവ്മാനെ പോലുള്ള ഗോൾ കീപ്പർമാർ പുറത്തുണ്ട്. ഒരു പരീക്ഷണത്തിന് സാധ്യത ഉണ്ടോ? കോച്ചിന് വിശ്വാസമില്ലാതെ ന്യൂഇയറിനെ കളിപ്പിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം. കാരണം ന്യൂഇയർ ഒരു ടീമിലെ ലീഡർ എന്ന നിലയിലും അവിടെ നമ്മൾ ന്യൂഇയറിൻ്റെ ഒരു സാന്നിധ്യം പറയണം. അപ്പോൾ ന്യൂഇയറിനെ എനിക്ക് മാറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ടീമിലെ ഒരു ലീഡർ പേഴ്സണാണ്. കിമ്മിച്ചാണ് ക്യാപ്റ്റനെങ്കിലും ടീമിൻ്റെ ഒരു ലീഡർ, കമാൻഡിങ് പവറുള്ള ഒരു ലീഡറാണ് ന്യൂഇയർ. അപ്പോൾ ന്യൂഇയറിനെ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ന്യൂഇയറിൻ്റെ പിഴവുകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നണം ആ ഒരു മാച്ചിൽ, ഇക്വഡോറിനെതിരെ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഗോൾ വഴങ്ങിയത് അദ്ദേഹത്തിന് കയ്യിൽ പിടിക്കാൻ പോകുന്നൊരു ബോൾ മറ്റേ ഇക്വഡോറിൻ്റെ താരം അടിച്ച് കയറ്റുന്നതാണ് കണ്ടത്. പക്ഷേ ന്യൂഇയറിന് എനിക്ക് മാറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ്. ആ ലീഡർ കമാൻഡിങ് പവർ ടീമിലുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നല്ല. പിന്നെ ജർമ്മനി, ഞാൻ പറഞ്ഞില്ലേ, ജർമ്മനി ഗോൾ വഴങ്ങും. അവരുടെ അറ്റാക്കേഴ്സ് ഗോളുകൾ സ്കോർ ചെയ്യണം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. സോ ഇനിയുള്ള മത്സരങ്ങളിൽ ഗോൾ സ്കോർ ചെയ്ത് തുടങ്ങണം. ആദ്യ മിനിറ്റ് മുതലേ ഗോളുകൾ സ്കോർ ചെയ്യും. ഈ മത്സരത്തിൽ തുടങ്ങി, പക്ഷേ പിന്നീട് അങ്ങോട്ട് ക്യാരി ചെയ്യാൻ പറ്റിയില്ല. സോ ഇനിയും ഗോളുകൾ സ്കോർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത മത്സരത്തിലേക്ക് പോകും. അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ്റെ ഗ്രൂപ്പാണ്, ജപ്പാൻ്റെ മത്സരമാണ്. ജപ്പാൻ വേഴ്സസ് സ്വീഡൻ. ആ ഒരു മത്സരം ജപ്പാൻ ആരാധകരും സ്വീഡൻ ആരാധകരും നോക്കിയിരുന്ന പോലെ തന്നെ മറ്റൊരു ആരാധക കൂട്ട് നോക്കിയിരുന്നു. അത് ബ്രസീലിൻ്റെ ആരാധകരാണ്. കാരണം ജപ്പാൻ ഈ ഒരു മത്സരത്തിൽ വലിയൊരു മാർജിനിൽ വിജയിക്കുകയും തുനീഷ്യ നെതർലാൻഡ്സിനെ അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ജപ്പാൻ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാതിരിക്കുക. അല്ലാത്ത പക്ഷം ജപ്പാൻ എങ്ങനെയായാലും 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും ബ്രസീലിന് എതിരാളിയായിട്ട് വരികയും ചെയ്യും. ആൻഡ് മത്സരം സമനിലയിൽ അവസാനിക്കുന്നു. തുനീഷ്യ
നെതർലാൻഡ്സിനോട് പരാജയപ്പെടുന്നു, ജപ്പാൻ ബ്രസീലിനോട് റൗണ്ട് ഓഫ് 32 ഏറ്റുമുട്ടാൻ പോകുന്നു. ആ ഒരു മത്സരം എത്രത്തോളം ഇൻറ്റൻസ് ആയിരിക്കും, എന്തായിരിക്കും ആ ഒരു മത്സരത്തിൻ്റെ ഒരു സ്ഥിതി? ഇപ്പോൾ ഈ ജപ്പാൻ എന്ന് പറയുന്ന ടീം എനിക്ക് മനസ്സിലായിടത്തോളം ഇവർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് ഇവരുടെ കോച്ചിൻ്റെ ടാക്ടിക്കൽ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആൻസ്ലോട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫ്രീ സിസ്റ്റം അല്ല ആളുടേത്. പക്ഷേ എന്നാൽ പോലും ആ ഒരു ടാക്ടിക്കൽ ഫ്രെയിം വർക്കും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ആളുടെ പ്ലെയേഴ്സ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ ഇവരുടെ എനിക്ക് കഴിഞ്ഞ മാച്ച് കണ്ടതിലും, അതായത് കഴിഞ്ഞ മാച്ച് ജപ്പാൻ വേഴ്സസ് നെതർലാൻഡ്സ്, അതിന് മുമ്പത്തെ, അതായത് കഴിഞ്ഞ മാച്ചിൻ്റെ ഫസ്റ്റ് മാച്ച് കണ്ടതിലും പിന്നെ അതിന് ശേഷം ഈ മാച്ചാണ് ഞാൻ ജപ്പാൻ്റെത് കാണുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ബിൽഡപ്പ് മെത്തേഡ് ഉണ്ട്. അതിവർ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അത് നിരന്തരം ട്രൈ ചെയ്ത് ആ ഡിഫൻസിനെ ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടത്. ഇപ്പോൾ ജപ്പാൻ ഇപ്പോൾ അടിച്ച ഈ ഗോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രൈക്കർ ബാക്കിലാണ്. അവർ ബാക്കിയുള്ളവർക്ക് സ്പേസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മേധ എന്ന് പറയുന്ന പ്ലെയറാണ് ആ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഉയേഡ എന്ന് പറയുന്ന പ്ലെയർ ബാക്കിലോട്ട് വന്ന് ഡോൻ ആ ഫ്ലാങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ചാൻസ്, അതായത് റൈറ്റ് ഫ്ലാങ്കിലും ഒരു കോമ്പിനേഷൻ പ്ലേ നടത്തി. അത് കഴിഞ്ഞ് അതായത് ഡിഫൻഡേഴ്സ് എല്ലാവരും ഈ ഒരു സൈഡിലോട്ട് കോൺസെൻട്രേഷൻ പോകുമ്പോഴാണ് ഒരു അൺമാർക്ഡ് റണ്ണ് അവിടെ മേധ എന്ന് പറയുന്നത് മിഡ്ഫീൽഡിൽ നിന്ന് ആ ഒരു റണ്ണ് നടത്തുന്നത്. ഒരാൾ പോലും കണ്ടില്ല ആ സാധനം. ആ ഒരു ഗ്യാപ്പിലാണ് അവർ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കോൺസെൻട്രേഷൻ തിരിച്ചു വിട്ട് ഒരു ഫ്ലാങ്കിലോട്ടൊരു എൻറ്റയർ ടീമിനെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളൊരു ടീമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് പലപ്പോഴും വരുന്നത് ഫൈനൽ തേർഡിലാണ്. അതായത് ഇവർ പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് പോകുമ്പോഴൊന്നുമല്ല, ആ ഫൈനൽ തേർഡിൽ ആ ടക്ക് ടക്ക് എന്നുള്ള ആ ഒരു സംഭവമാണ് ഇവരുടെ ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്കറിയാം ബ്രസീലിൻ്റെ എപ്പോഴും വൾണറബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ ഈ ഒരു ഫുൾ ബാക്കിൽ വൾണറബിലിറ്റി എന്നുള്ളതല്ല, അതായത് ഇങ്ങനത്തെ ടീമുകളോട് വരുമ്പം എങ്ങനെ ആ സ്പീഡ് ഇവർ ക്യാരി ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിലോട്ട് ഇവർ ഈ ഫ്ലാങ്കിലൂടെ മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ ബ്രസീലിന് എത്രത്തോളം ചെറുത്ത് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണെന്ന് വെച്ചാൽ ചരിത്ര നിമിഷമാണ്. ഇതുവരെ എനിക്ക് തോന്നുന്നു റൗണ്ട് ഓഫ് 16 വരെ മാത്രമേ ജപ്പാൻ എത്തിയിട്ടുള്ളൂ. ഈവൻ ദോ റൗണ്ട് ഓഫ് 32 ആണെങ്കിൽ പോലും ഒരു നോക്കൗട്ട് സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലോട്ട് കടക്കുക എന്ന് പറയുന്നത് ജപ്പാന് തീർച്ചയായിട്ടും എന്താണ്, അവർക്ക് അത് ഭയങ്കര റെക്കോർഡ്. ഇപ്പോൾ ഈക്വഡോർ എന്ന് പറയുന്ന പോലെ തന്നെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ, അവർക്ക് നഷ്ടപ്പെടാത്തവർക്ക് പേടിക്കാനില്ലല്ലോ. അപ്പോൾ അവർ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ ബ്രസീലിന് ഒരുപാട് നഷ്ടപ്പെടാൻ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നെയ്മറിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. ഈ സംഭവങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ അവർക്കും ഇത് ഒരു കാണിച്ചു കൊടുക്കണം, തെളിയിച്ചു കൊടുക്കണം. ഇത്രയും കാലം ഉള്ളതുപോലെയല്ല, വി ആർ അഗെയിൻ ട്രൈങ് ടു ഡു ഇറ്റ് എന്നുള്ളൊരു സാധനം കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റിൽ വരുമ്പം തീർച്ചയായിട്ടും ഇത് ഭയങ്കര ക്രൂഷ്യൽ മാച്ച് ആയിരിക്കും. ഈവൻ ദോ ഇഫ് ജപ്പാൻ ഈസ് എൻ ഏഷ്യൻ ടീം ഓൾസോ, നമ്മൾ കണ്ടതാണ് ജപ്പാൻ്റെ പെർഫോമൻസ്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ക്രൂഷ്യൽ. ഇപ്പോൾ ജപ്പാൻ്റെ കേസ് പറയുമ്പോൾ ജപ്പാൻ നമ്മളൊരു ഏഷ്യൻ ടീമാണെന്ന് പറയുമ്പോൾ പക്ഷേ അവരുടെ ടാറ്റിക്സോ അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേയോ ഒരിക്കലും ഒരു ഏഷ്യൻ ടീമിൻ്റെ സ്റ്റൈലല്ല. ഏഷ്യൻ ടീംസ് എപ്പോഴും ലോകവേദിയിൽ വരുമ്പം എന്നൊരു പ്രതിരോധത്തിലൊന്നിയൊരു ഡിഫെൻസീവ് സ്റ്റൈലാണ് കളിക്കാറ്. പക്ഷേ ജപ്പാൻ അറ്റാക്കിംഗ് ആണ്, എന്നാൽ ഡിഫെൻസിൽ സോളിഡ് ആണെന്ന് വെച്ചാൽ ഡിഫെൻസിൽ സോളിഡ് ആണ്. അവർക്ക് ഓപ്പണൻസിനനുസരിച്ച് അവരുടെ സ്ട്രക്ചർ മാറ്റാൻ നന്നായിട്ട് അറിയാം. അതായത് ഒരു ആഫ്രിക്കക്കാരുടെ ഒരു ഫിസിക്കാലിറ്റി എടുക്കണോ, അതായത് ടൈറ്റ് മാർക്കിങ് ചെയ്യണോ, ചെയ്യാൻ പറ്റും. യൂറോപ്യൻസിനെ പോലെ വൺ ടച്ച് കളിച്ച് പോകണോ, അത് ചെയ്യാൻ പറ്റും. ഇനി ചെറിയ ചെറിയ പാസിങ് കളിച്ച് അങ്ങനെ പോകണോ, ഏത് സ്റ്റൈൽ ഓഫ് പ്ലേയിലേക്ക് ഇവർക്ക് മാറാൻ പറ്റും. ഈ ഒരു ടീം ബ്രസീലിനെതിരെ വരുമ്പം ബ്രസീലിന് ഈ ഒരു വിങ് ബാക്കിൻ്റെ വൾണറബിലിറ്റീസ് അപ്പുറത്തേക്ക് കാര്യമായിട്ട് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഈ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യും ജപ്പാൻ. അപ്പോൾ നമ്മളത് നെതർലാൻഡ്സിനെതിരെ കണ്ടു. 2-3 പാസിൽ അവർ ആ മിഡ്ഫീൽഡിനെ ബീറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെയുള്ള പാസുകൾ ഇനിയും അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ്സ് ബ്രസീലിനെതിരെ പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റ് മൂവ്മെൻറ്റ്സിലുള്ള 2-3 പാസുകൾ കഴിഞ്ഞ് നേരെ എത്തുന്നത് ആ ഡിഫെൻസിനെതിരെ ആയിരിക്കും. ഡിഫെൻസിനെതിരെ ഒരു 2 man 3 man ഒക്കെ ആയിട്ടും അവർ വരുന്നുണ്ടാവുക. സോ ഈ ഒരു വേൾഡ് കപ്പിൽ ഇപ്പോൾ ഇതിന് മുന്നേ ബ്രസീൽ ഒരു ടെക്നിക്കൽ ടീമിനെ ഫേസ് ചെയ്തത് മൊറോക്കോയാണ്. മൊറോക്കോക്കെതിരെ എങ്ങനെയാണ് ബ്രസീലിൻ്റെ മിഡ്ഫീൽഡ് അതിനെ ഫേസ് ചെയ്തതെന്ന് നമുക്കറിയാം. ആദ്യ മത്സരമായിരുന്നു, ടീമൊന്നും ചെല്ലാവാനും ഉണ്ടായിരുന്നു ഒക്കെ നമുക്ക് പറയാം. പക്ഷേ ആ ഒരു മിഡ്ഫീൽഡിന് അന്ന് 18 വയസ്സുള്ള ബൗദി ആ ഒരു മിഡ്ഫീൽഡ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്, ഡോമിനേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിലും ജപ്പാൻ മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിങ്ങുകളുടെ സ്പീഡ് എങ്ങനെ ഈ ബ്രസീലിൻ്റെ ഫുൾ ബാക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാരണം അത് കഴിഞ്ഞ് അവർ ഫേസ് ചെയ്തത് ഹെയ്റ്റിയാണ്, പിന്നൊന്ന് സ്കോട്ട്ലൻഡാണ്. ഇവർ അത്രയും ഞങ്ങൾ എക്സ്പ്ലോസീവായിട്ട് കളിച്ചിട്ടില്ല. പിന്നെ സ്കോട്ട്ലൻഡിനെതിരെ ബെൻഡോക്ക് അത്യാവശ്യം പേസി പ്ലെയറാണ്, നല്ല പേസി പ്ലെയറാണ്. ബെൻഡോക്ക് നിരവധി അവസരങ്ങളിൽ ആ വിങ്ങിലൂടെ കയറുന്നതും ബോക്സിൻ്റെ ഉള്ളിൽ കയറുന്നതൊക്കെ കണ്ടു.
അപ്പം അതേപോലെയുള്ള റണ്ണുകൾ നടത്താൻ പറ്റിയ പ്ലെയേഴ്സാണ് തെക്കഫൂസ് കൂബു ആയാലും അതേപോലെ നക്കമൂറ ആയാലും ഒക്കെയുള്ള പ്ലെയേഴ്സ്. സോ ആ ഒരു പേസ് എങ്ങനെ ബ്രസീലിന് മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ സ്റ്റിൽ ബ്രസീൽ ഹാസ് ദ ക്വാളിറ്റി. അറ്റാക്കിംഗ് എൻഡിൽ ബ്രസീലിനുള്ള ക്വാളിറ്റി, വിനീഷ്യസ് പോലുള്ള പ്ലെയേഴ്സിന് ഉണ്ടാകുന്ന സ്പീഡിൻ്റെ അഡ്വാൻറ്റേജ്, ക്വാളിറ്റിയൊക്കെ ബ്രസീലിന് ഇപ്പോഴും ഒരു എക്സ് ഫാക്ടറായി നിൽക്കുന്ന ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നു എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബ്രസീൽ തന്നെയായിരിക്കും ഈ ഒരു മാച്ചിൽ എന്താ പറയുക മുന്നിട്ട് നിൽക്കാൻ, അതായത് മുൻതൂക്കം ബ്രസീലിനായിരിക്കും. പക്ഷേ ജപ്പാൻ നല്ലൊരു ഫൈറ്റ് നൽകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഈ ബ്രസീലൊക്കെ മോസ്റ്റ് പ്രോബ്ലി ഇവരുടെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇവരൊന്നും കൂടെ ഹൈ ആയിട്ട് പുഷ് ചെയ്ത് കളിക്കും. കാരണം വിനീഷ്യസ് ജൂനിയറിനെ പോലത്തെ പ്ലേയേഴ്സ് ആ ഫ്ലാങ്കിലുണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി അവർ ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഫുട്ബോളിൽ മനസ്സിലാക്കിയെടുത്തോളം ഈ ഹൈ ആയിട്ട് കളിക്കുന്ന ടീമിനെതിരെ ഏതെങ്കിലും ഒരു ഫ്ലാങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ പ്ലേ നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാർസലോണയ്ക്കൊക്കെ പലപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് അതായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷൻ പ്ലേ റൈറ്റ് ഫ്ലാങ്കിലോ ലെഫ്റ്റ് ഫ്ലാങ്കിലോ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം പെട്ടെന്ന് ബ്രേക്കാവും. അതിന് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ടീമാണ് ജപ്പാൻ. ഇപ്പോൾ ഈ പറഞ്ഞ നക്കാമുറ ഒരു സൈഡിലുണ്ട്, പിന്നെ മറുവശത്ത് എനിക്ക് തോന്നുന്നു ഏതായിരുന്നു പ്ലെയർ, ഡോയാനും, ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂവ്മെൻറ്റ്സ് ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അതായത് ബ്രസീലിൻ്റെ ഈ ഒരു ഫ്ലാങ്ക് മുമ്പിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബ്ലി വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു ഫ്ലാങ്ക് ആയിരിക്കും മുമ്പിലോട്ട് പുഷ് ചെയ്ത് കളിക്കുക. അവിടെയുള്ള വിങ് ബാക്കിനും ആളെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ മുമ്പിലോട്ട് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷൻ പ്ലേ ഈ ജപ്പാന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് നമ്മളെല്ലാ മാച്ചിലും കണ്ടു. ഒരു ഫ്ലാങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കോമ്പിനേഷൻ പ്ലേ നമ്മൾ കണ്ടു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ടീമിനും അതിലേയും കളിക്കുന്ന ഏതൊരു ടീമിനും പെട്ടെന്ന് പൊട്ടിക്കാൻ ചാൻസ് ജപ്പാന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ വിനീഷ്യസിനും അതേപോലെ കുഞ്ഞിയൊക്കെ അപ്പുറത്തേക്ക് കാർലോ ആൻസെലോട്ടി എന്നുള്ള പരിശീലനം ഉള്ളത് ബ്രസീലിന് ഏറ്റവും വലിയ എക്സ് ഫാക്ടറാണ്. കാരണം ഫസ്റ്റ് മത്സരത്തിൽ മൊറോക്കോക്കെതിരെ കളിക്കുമ്പോൾ മൊറോക്കോയുടെ അറ്റാക്കിംഗ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കി ഇബാനസിനെ റൈറ്റ് ബാക്ക് കളിപ്പിച്ചൊരു വ്യക്തിയാണ്. അതിനൊരുപാട് വഴി കേട്ടിട്ടുണ്ട്. കാരണം ഓവർലാപ്പ് ചെയ്യാത്ത ഒരു സ്റ്റോപ്പർ ബാക്കിനെ എന്തിന് വിങ് ബാക്ക് കളിപ്പിച്ചു എന്നുള്ളത്. പക്ഷേ അതൊരു ടാക്റ്റിക്കൽ ഡിസിഷനാണ്. ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും അത്തരത്തിലുള്ള ടാക്റ്റിക്കലായിട്ടുള്ള ഡിസിഷൻസ് ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് കേട്ടില്ല, അതായത് എങ്ങനെ കളിക്കുന്നു എന്നതിലല്ല ജയിക്കുന്നതിലാണ് ഇമ്പോർട്ടൻറ്റ്. ബോറിംഗ് കളിയാണെന്നുള്ള പഴിയൊക്കെ അദ്ദേഹത്തിന് കേൾക്കുന്നുണ്ട്. ബ്രസീലിൻ്റെ മറ്റേ താളമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്കുന്നു. പക്ഷെ അദ്ദേഹം ജയിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അദ്ദേഹം അത് തെളിയിച്ചിട്ടുള്ളതാണ്. കപ്പ് മാച്ചസിൽ, ചാമ്പ്യൻസ് ലീഗിലായാലും കപ്പ് മാച്ചസിലായാലും എങ്ങനെയായാലും അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് കപ്പ് മാനേജേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു. സോ ആഞ്ചലോട്ടി എന്നുള്ള കോച്ചായിരിക്കും ചിലപ്പോൾ ഈ ഒരു മാച്ചിൽ ബ്രസീലിൻ്റെ ഒരു എക്സ് ഫാക്ടർ എന്ന് നമുക്ക് പറയാം. പിന്നെ വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ചെൽസിയെ പരിശീലിപ്പിച്ച 4 കോച്ചസും എനിക്ക് തോന്നുന്നു നോക്കൗട്ട്. സ്വീഡൻ്റെ ഗ്രഹം പോട്ടർ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ തോമസ് ടുഷൽ, പിന്നെ US-ന്റെ പൊച്ചറ്റീനോ, അതേപോലെ തന്നെ ബ്രസീലിൻ്റെ ഡോൺ കാർലോ, ഇവർ 4 പേരും റൗണ്ട് ഓഫ് 32 എത്തിയിട്ടുണ്ട്. ഫൺ ഫാക്റ്റ് ആണ്. ഇപ്പോൾ ബ്രസീലിനെ വിറപ്പിച്ച മൊറോക്കോയും ജപ്പാന് മുന്നിൽ വിറച്ച നെതർലാൻഡ്സും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നെതർലാൻഡ്സ് നമുക്കറിയാം ഒരുപാട് പ്രവചനങ്ങളിലൊക്കെ 1ാം സ്ഥാനക്കാരും കിരീടജേതാക്കളുമാവെന്ന് പറഞ്ഞു. പിന്നീട് ആദ്യ മത്സരത്തിൽ ജപ്പാനെതിരെ ലീഡ് എടുത്ത ശേഷം ലീഡ് കൈവിട്ട് സമനിലയിൽ അവസാനിക്കും നമ്മൾ കണ്ടു. അതായത് നല്ലൊരു താരങ്ങളുള്ളൊരു സ്ക്വാഡ്, നല്ലൊരു സ്ക്വാഡാണ്. അവർ 2ാം മത്സരത്തിൽ ഗംഭീര ഒരു കംബാക്ക് നടത്തി. അത് നമ്മൾ എടുത്ത് പറയണം. സ്വീഡനെ പോലത്തെ ഒരു ടീമിനെതിരെ 5 ഗോളുകൾ നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. അത് നന്നായി കളിച്ചു. അവർ അത്യാവശ്യം നല്ല വൃത്തിയിൽ കളിച്ചു. 3ാം മത്സരത്തിലേക്ക് വരുമ്പോൾ താരതമ്യേന ദുർബലരായ തുനീഷ്യയായിരുന്നു. 3 ഗോൾ അടിക്കുന്നു, മത്സരം വിജയിക്കുന്നു. അപ്പോൾ ഈ ഒരു മത്സരം നെതർലാൻഡ്സ് വേഴ്സസ് മൊറോക്കോ എന്തായിരിക്കും ഒരു സാധ്യതകൾ? അപ്പോൾ ഈ മൊറോക്കോ നമുക്കറിയാം ടെക്നിക്കലായിട്ടുള്ള ടീമാണ്, നല്ല സ്പീഡുള്ള ടീമാണ്. പക്ഷേ അതിനൊത്ത സ്പീഡ് മാച്ച് ചെയ്യാനുള്ള ഡിഫൻഡേഴ്സും ഉണ്ട് കേട്ടോ നെതർലാൻഡ്സിന്. ഇപ്പോൾ മിക്കി വാൻഡമൻ ആയാലും വാൻഡൈക്ക് ആയാലും, വാൻഡൈക്ക് ഇപ്പോൾ ഏജ് ആയെങ്കിലും വാൻഡൈക്ക് ഇപ്പോഴും നല്ല സോളിഡ് ഡിഫൻഡറാണ്. അപ്പോൾ ഫിസിക്കലായിരിക്കും ആ ഫ്രണ്ടിലുള്ള പ്ലെയറിന്. ഇപ്പോൾ സൈബാരി ആയിരിക്കും സ്ട്രൈക്കർ എന്ന് തോന്നുന്നു. സൈബാരിക്ക് പക്ഷേ ഭയങ്കര ഫിസിക്കലായിട്ട് ഡോമിനേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് നെതർലാൻഡ്സ് ഡിഫൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊറോക്കോ മിക്കവാറും ഒരു കൗണ്ടറിനുള്ളൊരു ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലായിരിക്കും പ്രതീക്ഷിക്കുക. ഒരു ഇപ്പോൾ ബ്രസീലിനെതിരെ ഗോൾ നേടിയതുണ്ടല്ലോ, അപ്പോൾ അതുപോലുള്ളൊരു സംഭവമായിരിക്കും. മിഡ്ഫീൽഡ് ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡ് നെതർലാൻഡ്സിന് മിഡ്ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ സ്റ്റിൽ ജപ്പാൻ ആ മത്സരത്തിൽ ഇടയ്ക്ക് ഡോമിനേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. സ്വീഡൻ്റെ എതിരെയുള്ള മത്സരത്തിലും ആ മിഡ്ഫീൽഡിനും ഡിഫൻസിനും ഇടയിലുള്ള സ്പേസ് സ്വീഡൻ്റെ ഒരു പ്ലെയറിൻ്റെ അയ്യാരി ആ ഒരു സ്പോട്ടിലേക്ക് വരുന്നതൊക്കെ കണ്ടു. എന്നിട്ട് ആ സ്പോട്ടിലേക്ക് വരുന്നു, ഫ്രണ്ടിൽ ഇസാക്കിനും യോക്കറസിനും ബോൾ നൽകുന്നു. അപ്പോൾ ആ ഒരു സംഭവമായിരിക്കും ഈ ഒരു മാച്ചിലും ചിലപ്പോൾ ഈ മൊറോക്കോ ഉപയോഗിക്കുക. ആ ഒരു മിഡ്ഫീൽഡിനും ഡിഫൻസിനും. ഇപ്പോൾ അതായത് നെതർലാൻഡ്സ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ മിഡ്ഫീൽഡിനും ഡിഫൻസിനും ഇടയിലുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്യലായിരിക്കും
മൊറോക്കോയും ശ്രമിക്കുക. മൊറോക്കോൻ്റെ പേസിനെ ആയിരിക്കും മൊറോക്കോ ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറോക്കോയ്ക്കും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രൈക്കർ ഉണ്ട് അവരുടെ അവരുടെ ടീമിൽ. സോ ചിലപ്പോൾ അദ്ദേഹത്തെ പരീക്ഷിച്ച് നോക്കിയേക്കാം. സെറ്റ് പീസുകളിലൊക്കെ അദ്ദേഹത്തെ പരീക്ഷിച്ച് നോക്കാം. പക്ഷെ വിങ്ങുകളിലെ ഹക്കീമിയുടെ ഓട്ടമൊക്കെ എന്തായാലും നെതർലൻഡ്സിനൊരു പണിയാവും എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ടീമും ഈക്വലി ഒരേപോലെ ടാലൻറ്റഡ്. നമുക്ക് സോർട്ട് ചെയ്യുമ്പം റൈറ്റ് ബാക്കിൽ ഒരു വശത്ത് അഷ്റഫ് ഹക്കീമിയെ പോലത്തെ ഒരു പേസ് ഉള്ള നല്ല ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ക്രോസുകൾ സപ്ലൈ ചെയ്യുന്ന സ്കോർ ചെയ്യുന്നൊരു പ്ലെയറാണ്. നെതർലാൻഡ്സിലേക്ക് നോക്കുമ്പോൾ അത് ഡംഫ്രീസ് ആണ്. ഡംഫ്രീസും ഇതേപോലെ തന്നെ ഓവർലാപ്പ് ചെയ്യുന്ന, അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. രണ്ട് ടീമിനും ഡിഫൻസ് താരതമ്യേന സോളിഡാണ്. നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിൽ പൊതുവിലല്ല, ഈ ഒരു ടൂർണമെൻറ്റിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നതാണ്. എന്നാൽ സ്പേസസ് വരുന്നുമുണ്ട്. മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിൽ അവർ നന്നായി ഡോമിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നന്നായി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉള്ളതാണ്. ഇപ്പം നെതർലാൻഡ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് റെയിൻഡേഴ്സ് ഉണ്ട്, ഡിയോങ് ഉണ്ട്, ഗ്രാൻബർഗ് ഉണ്ട്, ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. പുറത്ത് ബൗദി എന്നുള്ള താരമാണ് നമ്മൾ എടുത്തു പറയുന്നെങ്കിലും അവിടെയും നല്ലൊരു മിഡ്ഫീൽഡ് ഉണ്ട്. ബ്രഹീം ഡിയാസിനെ പോലത്തെ താരങ്ങൾ ഇറങ്ങി സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡ് അവിടെ ഉണ്ട്. പക്ഷേ ഈ രണ്ട് ടീമിൻ്റെയും മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. ജപ്പാനെതിരെ നെതർലാൻഡ്സിൻ്റെ മിഡ്ഫീൽഡ് പതറുന്നത് നമ്മൾ കണ്ടു. ഹെയ്ത്തിക്കെതിരെ 2 ഗോളുകൾ മൊറോക്കോ കൺസിഡർ ചെയ്യുന്നുണ്ട്. 4-2 അവർ വിജയിക്കുന്ന മത്സരം. ആ 2 ഗോൾ കൺസിഡർ ചെയ്തതിൽ മൊറോക്കൻ മിഡ്ഫീൽഡിനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കാരണം മിഡ്ഫീൽഡിൽ കൂടെ ബോൾ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു ബൗദി ഇറക്കിയില്ല എന്നുള്ളൊരു സംഭവം നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ വരുമ്പോൾ ബ്രോബി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് വരാം. ബ്രോബി നല്ല ഫോമിലാണ്. സ്വീഡനെതിരെ 2 ഗോൾ അടിച്ചു, ടുണീഷ്യക്കെതിരെ 1 ഗോൾ അടിച്ചു. ബട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ജപ്പാനെതിരെ മലേനെ ഇറക്കിയ പോലെ ചിലപ്പോൾ മലേനെ ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു പ്ലെയറിനെ ഇറക്കിയേക്കാം. സമ്മർവിലിനെ റൈറ്റിൽ ഇറക്കിയേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് വന്നേക്കാം. അങ്ങനെ വന്നാലും അതിശയിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മൊറോക്കോയുടെ ഗോൾ കീപ്പർ നമുക്കറിയാം, യസീൻ ബോഡോ എന്നുള്ളൊരു ഗോൾ കീപ്പറാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഹെയ്ത്തി 4-2 വിജയിച്ചു. 2 ഗോളുകൾ കൺസിഡർ എന്നുള്ള അപ്പുറത്തേക്ക് ഹെയ്ത്തിയുടെ നല്ലൊരു സ്ട്രോങ് ഫ്രീ കിക്ക്, ഡെക്കൻ സ്നാസോൺ എന്നുള്ള താരമെടുക്കുന്ന നല്ലൊരു ഫ്രീ കിക്കൊക്കെ ബോണോ തടുത്തിടുന്നത് കണ്ടു. അപ്പോൾ ബോണോ എന്നുള്ളൊരു താരം എത്രത്തോളം നെതർലാൻഡ്സിൻ്റെ ഈ ഒരു അറ്റാക്കിന്, ഇപ്പം ബ്രോബി ആയാലും സമ്മർവിൽ ആയാലൊക്കെ ഗോളടിച്ച് ഒരു ഫോമിൽ നിൽക്കുന്ന താരങ്ങളാണ്. ഇവരെ തടുത്തെടുത്തതിൻ്റേത് ബോണോയുടെ കാര്യങ്ങളിൽ സുരക്ഷിതമാവുമോ? അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ലൈക്ക് മാച്ച് ഗോസ്. തീർച്ചയായിട്ടും ബോണോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പെർഫോമൻസ് നമ്മൾ ഈ ഒരു ഇതിൽ മാത്രം നല്ല കണ്ടിട്ടുള്ള. ആളുടെ ക്ലബ് ലെവലിലാണെങ്കിലും ഒരു യൂറോപ്യൻ ടീംസിനേറ്റ് വരുമ്പം ആളുടെ ആ ഒരു അത്ലറ്റിസം അല്ലെങ്കിൽ ആളുടെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ, ആ ഒരു റിയാക്ഷൻ ടൈം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ബോണോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ തീർച്ചയായിട്ടും ആളുടെ കോൺട്രിബ്യൂഷൻ വലുത് തന്നെ ആയിരിക്കും. കാരണം മൊറോക്കോ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ പെട്ടെന്നുള്ള അറ്റാക്കുകൾ മേ ബി അവിടെ ഡിഫൻസ് വൾണറബിളായി പോകും. അവിടെ ലാസ്റ്റ് മാൻ ആയിട്ട് സ്വീപ്പർ കീപ്പറായിട്ടുള്ള ഒരാളായിരിക്കും അവിടെ ഒരു ടീമിനെ രക്ഷിക്കുക. ആ ഒരു പൊസിഷനിലോട്ട് ബോണോ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആളുടെ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊന്നും കൂടെ ഒരു ടോപ്പ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ ബോണോയുടെ തീർച്ചയായിട്ടും ഒരു ഇതുണ്ടാവും. പിന്നെ ഈ മൊറോക്കോ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു മിഡ്ഫീൽഡിൽ ആര് ഡൊമിനേറ്റ് ചെയ്യുന്നു, അതായത് ഇപ്പോൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഡിയോങ്, ഗ്രാവൻബർഗ്, മറു സൈഡിൽ ഇനിയിപ്പോൾ ബൗദി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട്. ഇവിടെ ഈ ഒരു സോണിൽ ആര് ബ്രേക്ക് ചെയ്യുന്നോ, ആ ഒരു സോൺ ഉണ്ടല്ലോ, അതാര് ബ്രേക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും എനിക്ക് തോന്നുന്നു ഏത് ടീം വിജയിക്കും എന്നുള്ളത്. അത് ബൈപ്പാസ് ചെയ്യാൻ ഏത് ടീമാണോ ഫസ്റ്റ് അവസരം കണ്ടെത്തുന്നത് അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അപ്പം ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ നെതർലാൻഡ്സ് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ബോണോക്കെ ആയിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് വരിക. അപ്പോൾ അവിടെ ആളെങ്ങനെ ചേർത്ത് നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം വാൻഡൈക്കിനെ പോലുള്ള താരങ്ങളൊക്കെ സ്കോർ ചെയ്യുന്ന ഡിഫൻഡേഴ്സാണ്. അപ്പം ഒരു സെറ്റ് പീസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അഡ്വാൻസ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു സമയത്ത് ഒരു കൗണ്ടർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് മിഡ്ഫീൽഡിൽ ബ്രേക്ക് ചെയ്യപ്പെടണം. ആ അറ്റാക്ക് മിഡ്ഫീൽഡിലെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാവും. അതൊരു ഗോൾ വരും. ഗോൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് ടീമും അല്ലെങ്കിൽ ആരാണോ സ്കോർ ചെയ്യുന്നത് അവർ ഡിഫൻസ് ടൈറ്റ് ആക്കുകയും മത്സരം ഒരു വൺ സൈഡഡ് മാറുകയും ചെയ്യും. അപ്പം ഈ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം പറയുമ്പോൾ 1ാം സ്ഥാനക്കാരായി കഴിഞ്ഞാൽ മൊറോക്കോയാണ്, 2ാം സ്ഥാനക്കാരാണ് ബ്രസീലാണ്, 3ാം സ്ഥാനക്കാരാണെങ്കിൽ ആ ഫ്രാൻസ് നോർവേ ഗ്രൂപ്പിലെ 1ാം സ്ഥാനക്കാരാണ് സാധ്യത. അപ്പോൾ എങ്ങനെ പോയാലും പണിയാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതൊരു മരണ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്തൊരു മരണ മത്സരത്തിലേക്ക് പോവേണ്ടി വരുമെന്നുള്ളതാണ്.